ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1701. ഇന്ന് ഓഗസ്റ്റ് മാസം 27-ാം തീയതി. ഈ ആണ്ടിലെ 240-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ അതിന്റെ 5-ാമത്തെ തിരുവചനം ആരംഭിക്കുന്നിടത്ത് യേശു ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളിലൊരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അതൊരു സാങ്കല്പികവും കൂടിയാണ്. അങ്ങനെയൊന്ന് വിചാരിക്കാനും വിശ്വസിക്കാനും കൂടിയാണ് യേശു ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കൊരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. തിരിച്ച് നമുക്കൊന്ന് ആലോചിക്കാം, അന്വേഷിക്കാം. അങ്ങനെയൊരു സ്നേഹിതൻ എനിക്കുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയൊരു സ്നേഹിതനായി ഞാൻ മാറുന്നുണ്ടോ, മാറിയിട്ടുണ്ടോ? ഉത്തരം മിക്കവാറും നിരാശ നൽകുന്നതായിരിക്കും, സങ്കടപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ നിങ്ങളുമൊക്കെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തിനു വേണ്ടി ജീവിക്കുന്നു? അതിൽ നിന്നാണ്, അതിന്റെ ഉത്തരത്തിൽ നിന്നാണ് എന്റെയും എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണ് മനസ്സിലാക്കാനും ഒന്ന് വേർതിരിക്കാനും പറ്റുക. ആവശ്യങ്ങളുടെ മാത്രം പട്ടികയെടുത്ത പോര കേട്ടോ. അനാവശ്യങ്ങളുടെയും ചുരുക്ക പട്ടിക തയ്യാറാക്കിയ മതിയാവും. ഞാൻ ആരാണെന്നാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള കൃത്യമായ ലക്ഷ്യവും ഉത്തരവും വിശദീകരണവും കിട്ടുന്നവർക്ക് മാത്രമാണ് ഇനി എന്തൊക്കെയാണ് എനിക്ക് ആവശ്യങ്ങൾ, എന്തൊക്കെ എനിക്ക് അനാവശ്യങ്ങളാണ്, ആവശ്യമില്ലാത്തതാണെന്നൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നല്ല സൗഹൃദത്തിനു വേണ്ടി അന്വേഷിക്കുന്നുണ്ടാവും, ദാഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് തനിമയും തന്റേടവും മാത്രം പോരാ. പിന്നെ തന്നോടൊപ്പം ഉള്ള മനുഷ്യരോട് കുറച്ചുകൂടി സഹാനുഭൂതി കൂടി ആവശ്യമാണ്. പലരും കണ്ണുകെട്ടിയിട്ടാണ് സൗഹൃദങ്ങളെ കണ്ടെത്തുന്നതും തിരയുന്നതും തിരഞ്ഞെടുക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമൊക്കെ. കണ്ണുകെട്ടുക എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ച് ഒട്ടും മനസ്സിലാക്കാതെയാണ്. ഒപ്പം അവനവന്റെ ഒപ്പമുള്ള മനുഷ്യരെ കുറെ കൂടി സഹാനുഭൂതിയോടുകൂടി ഒന്ന് നോക്കാതെയുമാണ്. അങ്ങനെയാണ് പലരും പല സൗഹൃദങ്ങളിലും എത്തിപ്പെടുന്നതെന്നല്ല പറയുന്നത്, കുടുങ്ങി പോകുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നൊന്ന് രക്ഷപ്പെടുക? യേശുവുമായിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ടാണ് എൻ്റെ നിങ്ങളുടെയും ഒക്കെ സൗഹൃദങ്ങളെ നമ്മളൊന്ന് തിരഞ്ഞെടുക്കുന്നതും രൂപപ്പെടുത്തുന്നതും. ഫിൽട്ടർ ചെയ്തേ മതിയാവും ഭൂമിയിലെ എല്ലാവരും അവരവരുടെ സൗഹൃദങ്ങളെ. അതിന് ഏറ്റവും നല്ല ഫിൽട്ടർ ക്രിസ്തുയേശു തന്നെയാണ്. അവിടുത്തേക്ക് ചേരുന്നതാണോന്നാണ് ഞാനും നിങ്ങളുമൊക്കെ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടത്. അവിടുത്തേക്ക് ചേരുന്നത് മാത്രമാണ് എനിക്ക് ഉചിതമാവുക. അങ്ങനെയൊരു വ്യക്തതയിലേക്ക് എത്താനായിട്ട് ഞാനും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും വേണം. ആമേൻ.